വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടന കേസിൽ മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ കശ്മീർ സ്വദേശി അറസ്റ്റിൽ. അമീർ റാഷിദ് അലിയെയാണ് ഡൽഹിയിൽ വെച്ച് NIA സംഘം പിടികൂടിയത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച ഹ്യുണ്ടായി i20 കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അമീറിന്റെ പേരിലാണ്. ഡോക്ടർ ഉമർ നബിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അമീർ അലി. സ്ഫോടനത്തിൽ കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി NIA അന്വേഷണം വിപുലീകരിക്കുന്നതിനിടെയാണ് നിർണായക അറസ്റ്റ്. ഉമർ നബിയുടെ പേരിലുള്ള മറ്റൊരു കാറും അന്വേഷണ ഏജൻസി കണ്ടെത്തി. ബോംബുണ്ടാക്കാൻ വിദഗ്ധനാണ് ഉമർ നബിയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ ചുവന്ന എക്കോസ്പോർട്ട് കാറിലാണ് ഇയാൾ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള രാസവസ്തുക്കൾ കടത്തിയത്. കേസിൽ ഹരിയാനയിൽ നിന്നും കശ്മീരിൽ നിന്നും കൂടുതൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട ഹരിയാന സ്വദേശിനി ഡോക്ടർ പ്രിയങ്ക ശർമ്മയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയായിരുന്നു ഇവർ. അതിനിടെ ചെങ്കോട്ട കാർ സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് അമോണിയം നൈട്രേറ്റിന്റെയും TATPയുടെയും മിശ്രിതമെന്ന് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമായി. ഉമർ നബി ഹവാല ഇടപാടിലൂടെയും പണം സ്വരൂപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹവാല ഇടപാടുകാരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. 24 ഡൽഹി. കണ്ണൂർ പയ്യന്നൂരിനടുത്ത് ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. SIR ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജിന്റെ മരണമെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ണൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളെ പള്ളിയിൽ കൊണ്ടാക്കി മടങ്ങിയെത്തിയ അനീഷ് ജോർജിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. കുന്നരു AUP സ്കൂളിലെ പ്യൂണായ അനീഷ് ആദ്യമായാണ് ബൂത്ത് ലെവൽ ഓഫീസറാകുന്നത്. SIR ഫോമുകൾ വിതരണം ചെയ്യുന്നതും തിരിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചു ദിവസങ്ങളായി അനീഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. ഇന്നലെ രാത്രി 1 മണിക്കും വിഷമം പറഞ്ഞു. കുറേ ദിവസങ്ങളായി ഭയങ്കര ടെൻഷനായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറോട് റിപ്പോർട്ട് തേടി. പയ്യന്നൂർ SPയും പെരിങ്ങോം CIയും അനീഷിന്റെ വീട്ടിലെത്തി. അനീഷ് മികച്ച രീതിയിൽ SIR ജോലികൾ ചെയ്തിരുന്നുവെന്നും വേഗം ജോലി തീർക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഡയറക്ഷൻസും ടാർഗറ്റൊന്നും ഈ BLOക്ക് കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, പയ്യന്നൂർ കോൺസ്റ്റിറ്റ്യുവൻസി പൊതുവെ നല്ല രീതിയിൽ ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനാണ്. അനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. നാളെയാണ് സംസ്കാരം. 24 കണ്ണൂർ. കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് SIR ജോലി സമ്മർദ്ദം കാരണമെന്ന ആരോപണം തള്ളി ജില്ലാ കളക്ടർ. അനീഷിന് ആരും സമ്മർദ്ദമുണ്ടാക്കിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ വിശദീകരണം. അനീഷിന്റെ 22% ജോലികൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. റഹീസ്, എന്താണ് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? റഹീസ്, ഒരു വലിയ വിശദീകരണ കുറിപ്പ് ജില്ലാ കളക്ടർ ഈ അനീഷ് ജോർജിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം അതിലൊരു വലിയ വിശദീകരണ കുറിപ്പ് നൽകിയിരിക്കുന്നു. അതിൽ അനീഷിന് ആരും സമ്മർദ്ദമുണ്ടാക്കിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ആത്മഹത്യക്ക് കാരണമാകുന്ന ഒരു ആശയവിനിമയവും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ പറയുകയാണ്. അതായത് ഈ ജില്ലാ ഇലക്ഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആരിൽ നിന്നും അനീഷിന് യാതൊരു തരത്തിലും സമ്മർദ്ദമുണ്ടാക്കുന്ന വാക്കോ പ്രവർത്തികളോ ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ പറയുന്നു. ആരെങ്കിലും വ്യക്തിപരമായി അദ്ദേഹത്തിനെ സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുവരെയും തനിക്ക് വിവരം ലഭിച്ചിട്ടില്ല. അതായത് ഈ നേരത്തെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ ഇദ്ദേഹത്തിനെ സമ്മർദ്ദപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. കോൺഗ്രസ് CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത്. ഒപ്പം തന്നെ അനീഷിന് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിരുന്നു എന്നുകൂടി കളക്ടർ പറയുകയാണ്. അനീഷിനെ സഹായിക്കാനായി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒപ്പം പോയിരുന്നു. അനീഷിന് യാതൊരു പ്രശ്നവും ഉണ്ടായതായി ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. അത്തരത്തിലൊരു ആശയവിനിമയവും തന്നോട് നടത്തിയിട്ടില്ല. അനീഷ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത്. അനീഷിന് 22% ജോലി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഈ പയ്യന്നൂർ പൊതുവെ എടുത്തു നോക്കുകയാണെങ്കിൽ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു റേറ്റാണ്, ഈ ഒരു പെർസെന്റേജ് ആണ് ഈ ഫോം വിതരണം
വിതരണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ അനീഷിനും മികച്ച ഒരു പെർസെന്റേജ് ആണ് ഉള്ളത്. അദ്ദേഹം ഇനി ബാക്കിയാക്കിയത് 50 ഫോമുകൾ മാത്രമാണ് ഉള്ളത് എന്നടക്കം കളക്ടർ തന്നെ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് 22% ജോലി മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കി ഉണ്ടായിരുന്നത്. അത് വളരെ മികച്ച ഒരു റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലോ സമ്മർദ്ദമുണ്ടാകുന്ന തരത്തിലോ ഉള്ള നിർദ്ദേശങ്ങളോ ഒന്നും നൽകേണ്ടി വന്നിട്ടില്ല എന്ന് കളക്ടർ പറയുകയാണ്. ഇന്ന് രാവിലെയും ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷിനെ ബന്ധപ്പെട്ടിരുന്നതായി കളക്ടർ പറയുന്നു. ഇന്ന് രാവിലെ 8:45 അതായത് 10 മണിക്ക് ശേഷമാണ് അനീഷ് മരിക്കുന്നതായി ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള രേഖകൾ ഉള്ളത്. അപ്പോൾ ഇന്ന് 8:45 ഇത്തരത്തിൽ അനീഷിനെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ ബന്ധപ്പെട്ടിരുന്നു. ബാക്കി ഫോമുകൾ ഒറ്റയ്ക്ക് വിതരണം ചെയ്തോളാമെന്നും അതിൽ സഹായം ആവശ്യമില്ലെന്നും ഇന്ന് രാവിലെയും അനീഷ് അറിയിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിനെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലും അനീഷ് അസ്വാഭാവികമായ മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും അനീഷിന് മേൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത്. 240 ഫോമുകളുടെ വിതരണം നടത്താനുണ്ട് എന്നാണ് കണക്കുകൾ. എന്നാൽ 50 മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അനീഷ് അറിയിച്ചിരുന്നതായും കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചനം അറിയിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി തൻ്റെ കർമ്മമേഖലയിൽ പ്രവർത്തിച്ച ആളാണ് അനീഷ് ജോർജ് എന്ന് അദ്ദേഹം പറയുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ BLOമാർക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും നേരിടരുതെന്ന് കമ്മീഷൻ ഉറപ്പാക്കും. കമ്മീഷൻ ആ നടപടി അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിക്കുകയാണ്. BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ CPIMനെതിരെ ആരോപണവുമായി കോൺഗ്രസ്. CPIM ഭീഷണിയിൽ മനംനൊന്താണ് ആത്മഹത്യ എന്നാണ് ആരോപണം. അനീഷ് ജോർജിന് കടുത്ത ജോലി സമ്മർദ്ദമുണ്ടായിരുന്നെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. നാളെ BLOമാർ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതാക്കളാണ് അനീഷ് ജോർജിന്റെ മരണത്തിൽ CPIMനെതിരെ ആരോപണം ഉന്നയിച്ചത്. SIR നടപടികൾക്കായി കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് ഒപ്പം വരുന്നതിൽ അനീഷിനെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന നേതാക്കൾ. അദ്ദേഹം നേരിട്ടത് വലിയ തരത്തിലുള്ള ഭീഷണിയാണ്. BLA എന്ന നിലയിൽ BLOവിൻ്റെ കൂടെ ഇനി വൈശാഖ് വരരുത് എന്ന് BLO ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ലഘുലേഖ വിതരണം ചെയ്യാനാണ് വൈശാഖ് കൂടെ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ CPIM രംഗത്തെത്തി. അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നു. നിരവധി BLOമാരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. അത് മേലുദ്യോഗസ്ഥന്മാർ തനതായി തീരുമാനിച്ചതല്ല. 2 ജോലി ഒരാൾ ചെയ്യേണ്ടി വരുന്നു. ഇനിയും അനീഷ് ജോർജുമാരെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിമർശനവുമായി മുസ്ലിം ലീഗും രംഗത്തെത്തി. ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ ആധികാരികതയുള്ളത്, സർക്കാരല്ലല്ലോ. സർക്കാരിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരിപൂർണ്ണ ഉത്തരവാദിത്വം. നാളെ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് BLOമാരുടെ തീരുമാനം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപക സംഘടനകളുടെയും സംയുക്ത സമരസമിതിയുടേതാണ് തീരുമാനം. സംസ്ഥാന വ്യാപകമായി NGO അസോസിയേഷൻ നാളെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. 24 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ RSS നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യുവതിയുടെ ആത്മഹത്യാ ശ്രമം. നെടുമങ്ങാട് നഗരസഭ പനക്കോട്ടിലെ വാർഡിൽ മത്സരിക്കാൻ ധാരണയുണ്ടായിരുന്നെങ്കിലും RSS പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ഒഴിവാക്കിയെന്നാണ് ശാലിനി സനലിന്റെ ആരോപണം. മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയും BJPയുടെ സജീവ പ്രവർത്തകയുമാണ് ശാലിനി സനിൽ. മുൻപ് 2 തവണ BJPക്ക് വേണ്ടി മത്സരിച്ചിട്ടുമുണ്ട്. നെടുമങ്ങാട് പനക്കോട്ടല വാർഡിൽ മത്സരിക്കാമെന്ന ധാരണയുടെ പുറത്ത് പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. BJP അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായില്ലെങ്കിലും RSS പ്രാദേശിക നേതൃത്വം ശാലിനിയെ തഴഞ്ഞ് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് ശാലിനി മാനസിക വിഷമത്തിലായത്. ഇന്നലെ അർദ്ധരാത്രിയിൽ വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. ബന്ധുക്കൾ കണ്ടതിനാൽ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ അപകടനില തരണം ചെയ്ത് ശാലിനി ആശുപത്രി വിട്ടു. RSS പ്രാദേശിക നേതൃത്വത്തിന് താൽപ്പര്യമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാൻ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്നും വ്യക്തിഹത്യ താങ്ങാൻ കഴിഞ്ഞില്ലെന്നും ശാലിനി. സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷെ ഇപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പോൾ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവർ വൈരാഗ്യം തീർത്തതാണ്. പ്രചരണം നടത്താൻ പറ്റാത്ത രീതിയിൽ അവർ ഈ പറഞ്ഞ വ്യക്തികൾ വാർഡിൽ പല ഭാഗത്തും എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്.
ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഇന്ന് രാവിലെ മുതൽ വാർഡിൽ മറ്റൊരാൾ പ്രചാരണ പരിപാടികളുമായി സജീവമായിട്ടുണ്ട്. നെടുമങ്ങാട് നഗരസഭയിലെ 42 വാർഡുകളിൽ 7ഇടത്ത് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പനക്കോട്ടല വാർഡിൽ 3 പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും BJP നേതൃത്വം വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. RSS BJP നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നതാണ് സുഹൃത്തുമായുള്ള സംഭാഷണം. മനസ്സും ശരീരവും പണവുമെല്ലാം സംഘടനയ്ക്ക് നൽകിയിട്ടും തന്നെ ഒഴിവാക്കിയെന്ന് സുഹൃത്തിനോട് ആനന്ദ് പറയുന്നു. എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ? എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. ആനന്ദ് കെ തമ്പി സുഹൃത്തുമായി നടത്തിയ സംഭാഷണമാണിത്. RSS BJP നേതൃത്വത്തെ സംഭാഷണത്തിൽ ആനന്ദ കുറ്റപ്പെടുത്തുന്നു. BJPയുമായി ഇടഞ്ഞ ആനന്ദ CPIMൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് തീരുമാനം മാറ്റിയെന്നുമാണ് തൃക്കണ്ണാപുരത്തെ ഇടതു സ്ഥാനാർത്ഥി അജിന്റെ വെളിപ്പെടുത്തൽ. BJP RSS നേതൃത്വവുമായി ആനന്ദ് തെറ്റിപ്പിരിയുകയും ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ അവിടുത്തെ പാർട്ടി സഹാക്കളെ സമീപിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. മന്ത്രി V ശിവൻകുട്ടി ആനന്ദ് കെ തമ്പിയുടെ വീട് സന്ദർശിച്ചു. ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനന്ദിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിനു ശേഷം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 തിരുവനന്തപുരം. പെരുന്തട്ടയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. എസ്റ്റേറ്റിലെ പഴയ കോറയ്ക്ക് സമീപമാണ് പുലികളെ കണ്ടത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇത് ഒന്നിലധികം പുലികളുണ്ടോ സുർജിത്ത്? റിജിത്ത്, 2 പുലിക്കുട്ടികളും 2 പുലികളെയും കണ്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പെരുന്തട്ട എസ്റ്റേറ്റിന് സമീപത്തുള്ള കോറിക്കടുത്ത്, പഴയ കോറിയാണ്, ഉപയോഗശൂന്യമായ കോറിയാണ്. ആ കോറിക്ക് സമീപത്താണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്ന കാര്യം. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചു. എന്തായാലും നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ പുലിയുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് പെരുന്തട്ട എന്ന് പറയുന്നത്. ചെമ്പ്രമലയ്ക്ക് താഴെയുള്ള എസ്റ്റേറ്റ് മേഖലയാണ്. ഇവിടെ നിരന്തരം പുലി ഇറങ്ങുന്ന ഒരു പ്രശ്നം നിലനിന്നിരുന്നതാണ്. പുലി മാത്രമല്ല, പുലിയും കടുവയും തമ്മിൽ ഏറ്റുമുട്ടിയ അനുഭവം കൂടിയുള്ള ഒരു പ്രദേശമാണ് പെരുന്തട്ട എസ്റ്റേറ്റ്. ആളുകളുടെ മുമ്പിൽ വെച്ചാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്ന് ഇരുട്ടായതിനാൽ തന്നെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പുലിയുടെ സാന്നിധ്യം. അത് ഒരു പുലിയല്ല, 2 പുലികളും 2 കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ആശങ്ക പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ജനവാസ മേഖലയാണ്. തേയിലത്തോട്ടങ്ങളെല്ലാം തന്നെ വെട്ടിത്തെളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് പെരുന്തട്ട സ്കൂളിന്റെ പുറകുഭാഗത്തുള്ള മേഖലയാണിത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. റിജിത്ത്, ശരി. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 2 പുലികളെയും 2 പുലിക്കുട്ടികളെയും കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിലാണ് പുലിയുടെ സാന്നിധ്യം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചയിൽ എറണാകുളം DCC ഓഫീസിൽ നടന്ന യോഗത്തിൽ ഉന്തും തള്ളും. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് സംഭവം. റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, എന്താണ് സംഭവിച്ചത്? റാഫി, റിജിത്ത്, വിമത നീക്കങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള DCC യോഗത്തിലാണ് ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എറണാകുളം DCC ഓഫീസിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷ്യാസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ വാഴക്കുളം ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹളമുണ്ടായത്. ഈ ബഹളത്തിനിടയിലാണ് ഉന്തും തള്ളും ഉണ്ടായത്. നേരത്തെ A ഗ്രൂപ്പ് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഈ ജില്ലാ പഞ്ചായത്ത് വാഴക്കുളം ഡിവിഷനിലേക്ക് നിർദ്ദേശിച്ചിരുന്നു. ഷമീർ തുകലിന്റെ പേരായിരുന്നു A ഗ്രൂപ്പ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് DCC പ്രസിഡന്റ് മുൻകൈ എടുത്ത് പെരുമ്പാവൂരിലെ വ്യവസായിയായ മുക്താറിനെ ഈ വാഴക്കുളം ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഇതിനെതിരെ A ഗ്രൂപ്പ് ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഷമീർ തുകലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം DCC ഓഫീസിൽ ഇന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിനിടയിലാണ് ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ ആക്ഷേപം DCC പ്രസിഡന്റിനെതിരെ ഉന്നയിച്ചത്. DCC പ്രസിഡന്റ് കാശ് വാങ്ങിയാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നായിരുന്നു A ഗ്രൂപ്പിലെ ഒരു വിഭാഗം പറഞ്ഞത്. ഇത് 2 കൂട്ടരും തമ്മിൽ വലിയ വാക്കേറ്റത്തിന് കാരണമായി. ഇതിനെ തുടർന്നായിരുന്നു ഉന്തും തള്ളുണ്ടായത്. തുടർന്ന് A ഗ്രൂപ്പ് നേതാക്കൾ ഈ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. അബ്ദുൾ മുത്തലീബ് അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഈ യോഗം ബഹിഷ്കരിച്ച് അവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടു. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ
പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ UDF-ൽ ഉടലെടുത്തിരുന്നു. കോർപ്പറേഷനിൽ പലയിടത്തും വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിനിടയിലും വലിയ ബഹളവും പ്രതിഷേധവും രൂപപ്പെടുന്നത്. ശരി, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം. DCC ഓഫീസിൽ നടന്ന യോഗത്തിനിടെ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും. റാഫി കരീം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ASF നേതാവ് നിമിഷ രാജുവിനെ എറണാകുളം പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കി CPI. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയ്ക്കെതിരെ പരാതി നൽകിയ നിമിഷ രാജുവിനെ SFIയുടെ എതിർപ്പ് മറികടന്നാണ് മത്സരത്തിനിറക്കിയിരിക്കുന്നത്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അത് SFI ASF പോരിലേക്കും പിന്നീട് അത് മുന്നണിക്കകത്തൊരു പ്രശ്നമായും ഒക്കെ വളർന്നതാണ്. ഇപ്പോൾ നിമിഷ രാജു LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു. എന്താണ് വിവരങ്ങൾ, വിപിൻ C. വിജയൻ? റിജിത്തെ, ASFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നിമിഷ രാജു LDFന്റെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. അത് പറവൂരിലെ കെടാമംഗലം ഡിവിഷനിലാണ് മത്സരിക്കുക. നാളെ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ നിമിഷ രാജു നൽകിയ പരാതി അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ ഉയർന്നിരുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ 2021 നടന്ന ഒരു സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു ASF SFI സംഘർഷമുണ്ടാവുകയും അതിൽ അന്നത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM ആർഷോ ലൈംഗിക ഉപദ്രവിച്ചു. ഒപ്പം തന്നെ പരാതികൾ, അതായത് അവരുടെ ജാതി വിളിച്ച് ആക്ഷേപിച്ചു തുടങ്ങിയിട്ടുള്ളതായിരുന്നു പരാതി. അത് പിന്നീട് SFI ഒക്കെ വലിയ രീതിയിലുള്ള വിവാദമാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ വീണ്ടും നിമിഷ രാജുവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അത് നാളെ പ്രഖ്യാപിക്കും CPI എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ശരി, SFI എതിർപ്പ് ഉയർത്തിയിരുന്നു, പക്ഷെ അത് മറികടന്ന് അത് അവഗണിച്ചുകൊണ്ടാണ് CPI ഇപ്പോൾ നിമിഷ രാജുവിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം. തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും സ്ഥാനമേറ്റു. 30,000-ലേറെ തീർത്ഥാടകരാണ് ആദ്യ ദിവസം ശബരിമലയിൽ എത്തിയത്. വൈകിട്ട് 5-ന് ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. പതിനെട്ടാം പടി കയറി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴിയിൽ അഗ്നി പകർന്നു. ഇരുമുടിക്കെട്ടേന്തി നിയുക്ത മേൽശാന്തിമാരെ മേൽശാന്തി കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ച ശേഷം സ്ഥാനാരോഹണത്തിനുള്ള അഭിഷേക ചടങ്ങുകൾ നടന്നു. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഒരു വർഷത്തെ നിയോഗം പൂർത്തിയാക്കി അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങും. നമ്മുടെ ഒരു വർഷക്കാലം ഭഗവാനെ പൂജിക്കാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഗുരുനാഥന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹമാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ അതിനകത്തുണ്ട്. വളരെ നല്ലൊരു വർഷക്കാലമാണ്. നമുക്ക് ഈ മണ്ഡലകാലവും എല്ലാം നമുക്ക് വളരെ നന്നായിട്ടെല്ലാം നടന്നു. പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ പുലർച്ചെ 3-ന് നട തുറക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് 3 മണിക്ക് തുറക്കും. രാത്രി 11 മണിക്ക് ഹരിവരാസനത്തോടെ നട അടയ്ക്കും. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.